സൂക്ഷ്മദർശിനി, അയാം കാതലൻ എന്നീ ചിത്രങ്ങൾ ഉൾപ്പെടെ നിരവധി ചിത്രങ്ങളുടെ ഓൺലൈൻ റിലീസ് സ്ഥിതികളെ കുറിച്ചൊക്കെയാണ് നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഈ അടുത്ത് മലയാളത്തിൽ നിന്നും റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു ചിത്രമാണ് പഞ്ചവത്സര പദ്ധതി എന്നൊരു ചിത്രം. അപ്പോൾ ഈ ഒരു ചിത്രത്തിന്റെ ഓൺലൈൻ അവകാശങ്ങളൊക്കെ മനോരമ മാക്സ് ആയിരുന്നു ഏറ്റെടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്നലെ മുതൽ ഈ ഒരു ചിത്രം മനോരമ മാക്സിലൂടെ പ്രീമിയർ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ലിസ്റ്റിലെ രണ്ടാമത്തെ ചിത്രം ഈ കഴിഞ്ഞ ക്രിസ്മസ് റിലീസായിട്ട് വന്നിട്ടുണ്ടായിരുന്ന വിടുതലൈ പാർട്ട് 2 എന്നൊരു തമിഴ് ചിത്രമാണ്. അപ്പോൾ ഈ ഒരു ചിത്രത്തിൽ പ്രധാന വേഷങ്ങളൊക്കെ കൈകാര്യം ചെയ്തിട്ടുള്ളത് വിജയ് സേതുപതിയും അതുപോലെ തന്നെ നമ്മുടെ മഞ്ജു വാര്യറും ഒക്കെയാണ്. ഈ ഒരു ചിത്രത്തിന് അത്യാവശ്യം കുഴപ്പമില്ലാത്ത അഭിപ്രായമായിരുന്നു അന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നത്. എല്ലാം സാധാരണ തമിഴ് ചിത്രങ്ങളെ പോലെ തന്നെ ഈ ഒരു ചിത്രത്തിൻ്റെയും HD പ്രിന്റ് ഒക്കെ ഇപ്പോൾ ലീക്കായിട്ടുണ്ട്. ഏതായാലും ഈ ഒരു ചിത്രത്തിന്റെ ഓൺലൈൻ അവകാശങ്ങളൊക്കെ ഏറ്റെടുത്തുള്ളത് C5 ആണ്. അപ്പോൾ C5 ഈ ഒരു ചിത്രം ഈ വരുന്ന ജനുവരി 17 കൂടി തന്നെ പ്രീമിയർ ചെയ്യും. അതുപോലെ തന്നെ 2024 മലയാളത്തിൽ നിന്നും റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു ചിത്രമാണ് ആൾ വി ഇമാജിൻ ആസ് ലൈറ്റ് എന്ന ചിത്രം. ഇതൊരു റേറ്റഡ് മൂവി കൂടിയാണ്. ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു ചിത്രമല്ല എങ്കിലും ചിത്രത്തിന് ക്രിട്ടിക്കലി മികച്ച അഭിപ്രായമായിരുന്നു അന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു ചിത്രത്തിന്റെ ഓൺലൈൻ അവകാശങ്ങളൊക്കെ ഇപ്പോൾ Disney+ Hotstar ആണ് വാങ്ങിയിരിക്കുന്നത്. അപ്പോൾ Disney+ Hotstarലൂടെ ഈ ഒരു ചിത്രം ഈ വരുന്ന ജനുവരി 3 അതായത് ഇന്ന് രാത്രിയോടുകൂടി തന്നെ പ്രീമിയർ ചെയ്യുമെന്ന് ഇപ്പോൾ അവർ ഒഫീഷ്യലായിട്ട് തന്നെ അനൗൺസ് ചെയ്തിട്ടുണ്ട്. നാലാമത്തെ ചിത്രം ഈ ക്രിസ്മസിന് മലയാളത്തിൽ നിന്നും റിലീസ് ചെയ്ത് വലിയൊരു വിജയമായി മാറിയിട്ടുള്ള മാർക്കോ എന്ന ചിത്രമാണ്. മലയാളത്തിലെ ഏറ്റവും വയലൻ്റ് ആയിട്ടുള്ള മൂവി എന്ന് പറഞ്ഞിട്ട് റിലീസ് ചെയ്ത് ഇന്ത്യയിലെ തന്നെ ഇപ്പോൾ ഏറ്റവും വയലൻ്റ് ആയിട്ടുള്ള മൂവി ആയിട്ട് അറിയപ്പെടുന്ന ഒരു ചിത്രം കൂടിയാണിത്. ഈ ഒരു ചിത്രത്തിന് ഇപ്പോൾ വെറും 11 ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഏകദേശം 70 കോടി രൂപയ്ക്ക് മുകളിൽ വരെ കളക്ഷനൊക്കെ നേടിയെടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ചിത്രത്തിന്റെ ഓൺലൈൻ അവകാശങ്ങളൊക്കെ ഇപ്പോൾ നെറ്റ്ഫ്ലിക്സ് ആണ് ഏറ്റെടുത്തുള്ളത് എന്ന് പറഞ്ഞിട്ടുള്ള റിപ്പോർട്ടുകളൊക്കെയാണ് ഇപ്പോൾ വരുന്നത്. ഏതായാലും ഈ ഒരു ചിത്രത്തിന്റെ തെലുങ്ക് ഭാഷയിലുള്ള റിലീസും അതുപോലെ തന്നെ തമിഴ് ഭാഷയിലുള്ള റിലീസും ഒക്കെ ഇപ്പോഴാണ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ചിത്രത്തിന്റെ ഓൺലൈൻ പ്രീമിയർ കുറച്ച് വൈകുമെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. അതായത് ഈ വരുന്ന ഫെബ്രുവരി മാസം ലാസ്റ്റിലൊക്കെ ആയിട്ട് മാത്രമേ ഈ ഒരു ചിത്രം പ്രീമിയർ ചെയ്യുകയുള്ളൂ എന്നാണ് പറയുന്നത്. അതുപോലെ മാർക്കോന്റെ കൂടെ തന്നെ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്ന മറ്റൊരു മലയാള ചിത്രമാണ് റേഫിൽ ക്ലബ് എന്നൊരു ആക്ഷൻ ത്രില്ലർ ചിത്രം. ഈ ചിത്രത്തിന് ഗംഭീര റിപ്പോർട്ടായിരുന്നു അന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ മാർക്കോന്റെ കൂടെ തന്നെ തിയേറ്ററുകളിൽ പിടിച്ചു നിൽക്കാനായിട്ട് ഈ ഒരു ചിത്രത്തിന് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ചിത്രത്തിന്റെ ഓൺലൈൻ അവകാശങ്ങളും നെറ്റ്ഫ്ലിക്സ് ആണ് ഏറ്റെടുത്തുള്ളത് എന്ന് ഇപ്പോൾ കൺഫേം ആയിട്ടുണ്ട്. അപ്പോൾ നെറ്റ്ഫ്ലിക്സിലൂടെ ഈ ജനുവരി മാസം ലാസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഫെബ്രുവരി മാസം ഫസ്റ്റ് വീക്കിലോ ഒക്കെ ആയിട്ടായിരിക്കും ഈ ഒരു ചിത്രം പ്രീമിയർ ചെയ്യാൻ പോകുന്നത്. അടുത്തത് ഈ ക്രിസ്മസിന് തന്നെ മലയാളത്തിൽ നിന്ന് റിലീസ് ചെയ്തിട്ടുള്ള മറ്റൊരു മോശം മൂവി ആയിട്ടുള്ള ലാലേട്ടന്റെ ബാറോസ് എന്ന ചിത്രമാണ്. കുട്ടികൾക്ക് വേണ്ടിയുള്ള ഒരു ചിത്രമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവസാനം ആർക്കും ഇഷ്ടപ്പെടാതെ പോയ ഒരു ചിത്രം കൂടിയാണിത്. ഈ ഒരു ചിത്രത്തിന്റെ ആകെ ബഡ്ജറ്റ് ആയിട്ട് വരുന്നത് ഏകദേശം 150 കോടി രൂപയാണ്. പക്ഷേ ഈ ഒരു ചിത്രത്തിന് ഇതുവരെ വെറും 15 കോടി രൂപ മാത്രമാണ് കളക്ട് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ വർഷത്തെ ഏറ്റവും വലിയ പരാജയ ചിത്രമായിട്ട് ഈ ഒരു ചിത്രം മാറും എന്നാണ് തോന്നുന്നത്. അതായത് ഈ ഒരു ചിത്രത്തിന്റെ ഓൺലൈൻ അവകാശങ്ങളൊക്കെ Disney+ Hotstar ആണ് വാങ്ങിയിരിക്കുന്നത് എന്ന് മുൻപ് തന്നെ അവർ കൺഫേം ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ Disney+ Hotstarലൂടെ ഈ ഒരു ചിത്രം ഈ ജനുവരി മാസം തന്നെ ലാസ്റ്റ് ആയിട്ട് പ്രീമിയർ ചെയ്യുന്നതായിരിക്കും. ഏഴാമത്തെ ചിത്രം അപർണ ബാലമുരളി, രാജ്ബി ഷെഡ്ഡി എന്നിവരൊക്കെ പ്രധാന വേഷങ്ങൾ കൈകാര്യം ചെയ്തുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്ന രുതിരം എന്നൊരു മലയാള ചിത്രമാണ്. ഈ ഒരു ചിത്രം റിലീസ് ചെയ്ത സമയത്ത് ചിത്രത്തിന് ഒരു ആവറേജ് അഭിപ്രായമായിരുന്നു അന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അല്ലെങ്കിൽ ഈ ഒരു ചിത്രത്തിന്റെ ഓൺലൈൻ അവകാശങ്ങളൊക്കെ ഇപ്പോൾ ആമസോൺ പ്രൈം ആണ് വാങ്ങിയിരിക്കുന്നത് എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അപ്പോൾ ആമസോൺ പ്രൈമിലൂടെ ഈ ഒരു ചിത്രവും ഈ ജനുവരി മാസം തന്നെയായിരിക്കും പ്രീമിയർ ചെയ്യാൻ പോകുന്നത്. അടുത്തത് ബേസിൽ ജോസഫ്, നസ്രിയ എന്നിവരൊക്കെ പ്രധാന വേഷങ്ങൾ കൈകാര്യം ചെയ്തുകൊണ്ട് റിലീസ് ചെയ്ത് വലിയൊരു വിജയമായി മാറിയിട്ടുണ്ടായിരുന്ന സൂക്ഷ്മദർശിനി എന്നൊരു മലയാള ചിത്രമാണ്. ഇതൊരു മികച്ച ത്രില്ലർ ചിത്രം കൂടിയാണ്. അപ്പോൾ ഈ ഒരു ചിത്രത്തിന്റെ ഓൺലൈൻ അവകാശങ്ങളൊക്കെ C5 ആണ് വാങ്ങിയിരിക്കുന്നത് എന്ന് ഞാൻ മുമ്പേ നിങ്ങളെ അറിയിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഈ ഒരു ചിത്രത്തിന്റെ HD പ്രിന്റ് ഒക്കെ ഇപ്പോൾ ലീക്ക് ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വരുന്ന ജനുവരി പകുതിയോടുകൂടി തന്നെ ഈ ഒരു ചിത്രം പ്രീമിയർ ചെയ്യുന്നതായിരിക്കും. കൂടുതലും അടുത്ത ആഴ്ച തന്നെ ഈ ഒരു ചിത്രം C5 പ്രീമിയർ ചെയ്യാനുള്ള ഒരു സാധ്യതയാണ് ഇപ്പോൾ കാണുന്നത്. അപ്പോൾ നമ്മുടെ ലിസ്റ്റിലെ അവസാന ചിത്രം ഇപ്പോൾ ഏറ്റവും അധികം പേർ ഓൺലൈൻ റിലീസിനായിട്ട് കാത്തിരിക്കുന്ന അയാം കാതലൻ എന്നൊരു മലയാള ചിത്രമാണ്. ഗിരീഷ് ഏടിയുടെ ഡയറക്ഷനിൽ നെസ്ലിൻ ആണ് ഈ ഒരു ചിത്രത്തിൽ പ്രധാന വേഷമൊക്കെ കൈകാര്യം ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതും അത്യാവശ്യം നല്ലൊരു ത്രില്ലർ ചിത്രം തന്നെയാണ്. അല്ലെങ്കിൽ ഈ ഒരു ചിത്രത്തിന്റെ ഓൺലൈൻ അവകാശങ്ങളൊക്കെ വാങ്ങിയിരിക്കുന്നത് മനോരമ മാക്സ് ആണ്. അപ്പോൾ മനോരമ മാക്സിലൂടെ ഈ ഒരു ചിത്രം ക്രിസ്മസിന് പ്രീമിയർ ചെയ്യുമെന്ന് അവർ ഒഫീഷ്യലായിട്ട് തന്നെ കൺഫേം ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ന്യൂ ഇയർ കഴിഞ്ഞിട്ടും ഇതുവരെ മനോരമ മാക്സിലൂടെ ഈ ഒരു ചിത്രം പ്രീമിയർ ചെയ്തിട്ടില്ല. ഏതായാലും ജനുവരി മാസം സെക്കൻഡ് വീക്കിലായിട്ട്, അതായത് അടുത്ത ആഴ്ച ഈ ഒരു ചിത്രം മനോരമ മാക്സിലൂടെ പ്രീമിയർ ചെയ്യാനുള്ള ഒരു സാധ്യത ഇപ്പോൾ കാണുന്നുണ്ട്. ഏതായാലും നമുക്ക് നോക്കാം. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഇപ്പോൾ നിങ്ങൾ നമ്മുടെ വീഡിയോസ് ഒക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത് എങ്കിൽ തീർച്ചയായിട്ടും ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ ബൈ.